Tulips, South India's largest beauty salon chain. Best service, lowest price. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയ്ക്ക് Tulips സ്പർശം. റേഷൻ വ്യാപാരികൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. സമരത്തിന് മുന്നോടിയായി വിളംബര ജാഥ നടത്തി. മനുഷ്യനായി ജീവിക്കാൻ അതിനാണ് ഈ പോരാട്ടം. ഇൻകുലാബ് സിന്ദാബാദ്. റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിലാണ് രാപ്പകൽ കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. 14,300ഓളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. KTPTS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. രാപ്പകൽ സമരത്തിനോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. സമരത്തിന്റെ മുന്നോടിയായി പൊന്നാനിയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. പൊന്നാനി സിവിൽ സ്റ്റേഷനിലായിരുന്നു വിളംബര ജാഥ സംഘടിപ്പിച്ചത്. കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കബീർ അമ്പാരത്ത് വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്ന ആ കാര്യം തന്നെ യഥാവിധം കിട്ടാതെ 2 മാസവും 3 മാസവും വൈകിപ്പിച്ചുകൊണ്ട് ഓരോ റേഷൻ വ്യാപാരിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവണത ആദ്യമായി അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇതിന് മുന്നോടിയായി നേരത്തെ 2018 ഞങ്ങളുടെ സംവിധാനം മാറ്റിമറിച്ച് ഇപ്പോൾ സംവിധാനം നിലവിൽ വന്നപ്പോൾ പൂർണ്ണമായി സ്വാഗതം ചെയ്തവരാണ്. ഇപ്പോൾ ഒരു സംവിധാനം മാറി മറ്റൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഓഫർ കേവലം 16,000 രൂപയായിരുന്നു. 16,000 രൂപ വെച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ കറണ്ട് വാടകയും ബിൽഡിംഗ് വാടകയും സെയിൽസ്മാന്റെ ശമ്പളവും കൂട്ടിച്ചേർത്ത് ലൈസൻസിക്ക് ഒന്നും തന്നെ നൽകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും ഒരു സംവിധാനത്തിന്റെ തുടക്കമെന്നോണം 18,000 രൂപ നിങ്ങൾക്ക് തരാമെന്നും 6 മാസത്തിനുള്ളിൽ പുനഃപരിശോധന നടത്താമെന്നും നിങ്ങളിതിന് വഴങ്ങിത്തരണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളന്ന് 6 മാസത്തിന് വേണ്ടി സമ്മതം മൂളുകയുണ്ടായത്. എന്നാൽ 6 മാസം കഴിഞ്ഞു, 6 വർഷവും കഴിഞ്ഞു. ഈ ജൂലൈ മാസത്തേക്ക് ഞങ്ങൾ 7ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ജീവിത ചെലവും മറ്റു പ്രശ്നങ്ങളും കൂടിക്കൊണ്ടുവരുന്നു. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനൊരു സമരത്തിന്റെ 1ാം മുദ്രാവാക്യമായി കൊണ്ട് ഇറങ്ങിയത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ കൂട്ടിക്കിടക്കുകയും ഒരു മനുഷ്യനും പുറത്തിറങ്ങാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത നമ്മുടെ ലോകത്ത് നടന്ന കൊറോണ വിപത്തിനെ തുടർന്ന് ഞങ്ങൾ റേഷൻ വ്യാപാരികൾ മാത്രമായി ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പട്ടണത്തിലോ ഏതെങ്കിലും ഗ്രാമത്തിലോ ഒരു പലവ്യഞ്ജനക്കട അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമായ ഒരു കട തുറന്നിട്ടുണ്ടെങ്കിൽ അത് റേഷൻ കട മാത്രമായിരുന്നു. അതിന് സമയപരിധിയും കാര്യങ്ങളും നിശ്ചയിക്കാനുള്ള ഒരു വിഭാഗവും ഹെൽത്ത് വന്ന് പോലീസ് വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമുണ്ടായിരുന്നു. മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ഹരികുമാർ തവനൂർ, CP ഇബ്രാഹിംകുട്ടി, ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു.